ആലക്കോട്ട് സംഘപരിവാർ മാധ്യമവേട്ടയിൽ പി കെ ശ്രീമതിയുടെ മൊഴിയെടുക്കുകയാണ്. ഇപ്പോൾ ആലക്കോട് സൈബർ പോലീസാണ് മൊഴിയെടുക്കുന്നത്. ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ശ്രീമതി പരാതി നൽകിയിരുന്നു. അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിൽ നമ്മൾ വികാരാധീനയായ പി കെ ശ്രീമതിയാണ് കണ്ടത്. ഏതായാലും നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് ഇതാ നടപടികൾ തുടങ്ങുകയാണ്. മൊഴിയെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, തീർച്ചയായിട്ടും ഇപ്പോൾ ആലക്കോട് സൈബർ പോലീസാണ് പി കെ ശ്രീമതി ടീച്ചറുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ശ്രീമതി ടീച്ചറുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ പോലീസ് സംഘം എത്തി മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ ശ്രീമതി ടീച്ചറുടെ പരാതി ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും DGPക്കും ഒക്കെ നൽകിയതാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ഓപ്പറേഷൻസ് IG പി പ്രകാശിന് കേസിന്റെ അന്വേഷണം കൈമാറുന്നതായി ആഭ്യന്തര വകുപ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ രീതിയിൽ പി കെ ശ്രീമതി ടീച്ചർ ഇത്തരത്തിൽ വ്യാജമായി അല്ലെങ്കിൽ ഇല്ലാത്ത ഒരാളുടെ പേരിലുള്ള ഒരു പെൻഷൻ വാങ്ങുന്നു തുടങ്ങിയിട്ടുള്ള ആയിരുന്നു വാർത്തയുടെ ഭാഗമായി ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി കെ ശ്രീമതി ടീച്ചർ തിരുവനന്തപുരത്തെ വാർത്താസമ്മേളനം അല്ലെങ്കിൽ പത്രപ്രവർത്തകരെ കാണുന്ന ഘട്ടത്തിൽ വളരെ വികാരാധീനായി മാറുന്ന ഉൾപ്പെടെയുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളുമായി പി കെ ശ്രീമതി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെ കണ്ണൂരിൽ വെച്ച് പി കെ ശ്രീമതി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ മാപ്പാക്കി കൊടുക്കുക അല്ലെങ്കിൽ അതിനകത്ത് താൻ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. കാരണം ഇത് തുടർച്ചയായി തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് താൻ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് പി കെ ശ്രീമതി വ്യക്തമാക്കിയതാണ്. എന്തായാലും കണ്ണൂർ പഴയങ്ങാടിയിലുള്ള പി കെ ശ്രീമതി ടീച്ചറുടെ വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ആലക്കോട് സൈബർ പോലീസ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി ആലക്കോട് സൈബർ പോലീസ് ശ്രീമതി ടീച്ചറുടെ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ രേഖപ്പെടുത്തിയ മൊഴി ഈ കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്ന സൈബർ ഓപ്പറേഷൻസ് IG പി പ്രകാശിന് കൈമാറുകയും ചെയ്യും. വിനീത, ശരി.